അപ്പോൾ പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പൊന്നൂസേ ഇതെന്നെ ആക്കുക? എവിടെയാ പോന്നേ? നമുക്ക് ഓണമൊക്കെ ആയില്ലേ, അപ്പം നമുക്ക് ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. ടൗണിലത്തെ അവസ്ഥകളൊക്കെ എന്താണെന്നൊക്കെ അറിയാമല്ലോ. എന്തെങ്കിലുമൊക്കെ ചെറിയ റേറ്റിന് കിട്ടുവാണെങ്കിൽ നമുക്ക് മേടിക്കാം. ആണോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വെച്ചിട്ടാണ്, പ്രതീക്ഷകൾ വെച്ചിട്ട് നമുക്ക് പോവാം. ഇതെന്നാ ഇത് ഈ ഊഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നേ? അത് നമ്മുടെ ലിയോപ്പൻ്റെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ചെയ്തു വെച്ചതാണ്. ഇപ്പം ലിയോപ്പൻ്റെ ഓണാഘോഷവും കല്യാണവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പുറകെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അത് പൂച്ചയാന്ന് പറഞ്ഞാലും നമുക്ക് അത് നമ്മുടെ വീട്ടിലെ അംഗമാണല്ലോ. വരൻ എവിടെയുള്ള? വരൻ ഗൾഫിലാണുള്ള. നല്ല വെള്ള വരനാണ്. അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോ നമ്മുടെ അടുത്ത് ഉണ്ട്. നമ്മളത് പിന്നീട് പബ്ലിക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളെന്തായാലും ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. ടൗണിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം കേട്ടോ. തിരിച്ചു വന്നിട്ടാണ് ഇനിയും ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് പോവാം. നമ്മളിനി ആ സ്ഥലത്ത് എത്തിയിട്ട് കാണിച്ചു തരാം അല്ലേ? ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മൾ ആമി വെഡ്ഡിങ്ങിൽ കയറുന്ന ഭാഗമായത് കേട്ടോ. അവിടെ ചെറിയ റേറ്റിലൊക്കെ ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നോക്കുമ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ടോപ്പുകൾ, ചുരിദാറുകൾ, കോട്ടൻ്റെ സെറ്റ്, ആ നിവർത്തി വെച്ച ഡ്രസ്സ്, ആ പച്ച കളറുള്ള ഡ്രസ്സ് ഉണ്ട്. അതിനൊക്കെ റേറ്റ് കുറവായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആ മെറ്റീരിയലിൻ്റെ ആ തുണി എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരു സിൽക്ക് ടൈപ്പ് തുണിയായിരുന്നു. അപ്പം ഞാനത് എടുത്തില്ല. തിരികെ ഞാൻ വന്ന് ബെഡ്ഷീറ്റൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചൈനീസ് മേളയിലൊന്ന് കയറി കേട്ടോ. ചൈനീസ് മേള 2 എണ്ണം ഉണ്ട് കണ്ണൂർ. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇടത് സൈഡിലുള്ള ചൈനീസ് മേളയിലൊക്കെ കയറി നോക്കി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ചെടികൾ വെച്ചിട്ടുണ്ട്, പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൂക്കളൊക്കെ കണ്ട് എന്ത് പല നിറത്തിലുള്ള പൂക്കളാണെന്ന് നോക്കി. നല്ല മനസ്സിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പൂവൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂക്കളുടെ കളറുകളൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് കേട്ടോ. കാരണം എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പൂക്കൾ കാണാൻ നമ്മുടെ വീട്ടിലാണേലും നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പം ഞാനതൊക്കെ കണ്ട് ആസ്വദിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഭാഗമാണ് ഇത്. അപ്പോൾ ഈ പൂക്കൾ കണ്ട ഭാഗമൊക്കെ പിന്നെ സ്റ്റേഡിയം കോർണർ തന്നെയാണ് കേട്ടോ. നമ്മൾ ആമി വെഡ്ഡിങ്ങിൽ പോയതിന് ശേഷം സ്റ്റേഡിയം കോർണറിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു.